ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ബെൽ സ്വിച്ച് കാര്യങ്ങൾ കൊടുക്കുന്ന സമയത്ത് നമ്മൾ സ്വിച്ച് ബോർഡ് കാര്യങ്ങൾ എവിടെ കൊടുക്കണം എന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, നമ്മൾ സ്വിച്ച് ബോർഡ് കൊടുക്കുന്ന സമയത്ത് അതായത് നമ്മൾ വീടിൻ്റെ സ്റ്റെപ്പ് കയറി വന്ന് സിറ്റ് ഔട്ടിൻ്റെ ഫ്രണ്ടിലായിട്ട് അല്ലെങ്കിൽ ഡോറിൻ്റെ അടുത്തായിട്ട് കൊടുക്കരുത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ കാണുന്നുണ്ടോ, ഈ കാണുന്ന സ്റ്റെപ്പ്, ഈ പുറത്ത് വരുന്ന ആളുകൾക്ക് ആ സ്റ്റെപ്പിൽ നിന്നിട്ട് വേണം നമുക്കത് ബെല്ല് ഓൺ ചെയ്യാനായിട്ട്. ബെല്ല് അത് ജസ്റ്റ് അമർത്താൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് കൊടുക്കേണ്ടത്. അതല്ലാതെ ഈ സ്റ്റെപ്പ് കയറിയിട്ട് വീടിൻ്റെ സിറ്റ് ഔട്ടിൽ നിന്ന് കൊടുക്കുകയാണെങ്കിൽ അത്രയും അകത്തേക്ക് കയറി വന്നിട്ട് വേണം ഈ പറയുന്ന രീതിയിൽ ബെല്ല് അമർത്താനായിട്ട്. അപ്പോൾ ബെല്ല് അമർത്തുന്ന സമയത്താണെങ്കിൽ ഇപ്പോൾ അകത്തേക്ക് കയറി വന്നിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആളെ കാണാനോ അങ്ങനെ കാര്യങ്ങളൊന്നും സാധിക്കില്ല. ആ സമയം പുറത്താണെങ്കിൽ മഴ നനയാത്ത ഏരിയയിലായിരിക്കണം നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ബെൽ സ്വിച്ച് കാര്യങ്ങളും കൊടുക്കേണ്ടത്. അതും കൂടി ശ്രദ്ധിക്കണം. ഏറ്റവും നല്ലത് നമ്മൾ പുറത്ത് നമ്മുടെ സിറ്റ് ഔട്ടിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് മുകളിൽ സൺഷെയ്ഡ് കാര്യങ്ങൾ നനയാത്ത ഏരിയ ആണെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് അവിടെ കൊടുക്കാം. അതും പെട്ടെന്ന് കാണുന്ന ഏരിയ ആയിരിക്കണം ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ വരുന്ന ആളുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇനി അതല്ല, നമ്മൾ ഡോറിൻ്റെ അടുത്താണ് നമ്മൾ ഈ പറയുന്ന രീതിയിൽ സ്വിച്ച് ബോർഡ് കാര്യങ്ങൾ കൊടുത്ത് വയ്ക്കുന്നതെങ്കിൽ, അതായത് ഓരോ സ്റ്റെപ്പ് കയറി സിറ്റ് ഔട്ട് കയറി ഫസ്റ്റ് മെയിൻ ഡോറിൻ്റെ അടുത്താണ് സാധാരണ സ്വിച്ച് ബോർഡ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ആളെ കാണാനോ, അതുമാത്രമല്ല നമ്മളിപ്പോൾ എപ്പോഴും സിറ്റ് ഔട്ട് ചവിട്ടി വൃത്തികേടായിട്ട് കിടക്കുന്നൊരവസ്ഥ കാണാൻ സാധിക്കും. പക്ഷേ അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഏറ്റവും ഫ്രണ്ടിൽ കൊടുക്കുകയാണെങ്കിൽ, ഏറ്റവും ഫ്രണ്ടിൽ സിറ്റ് ഔട്ടിന് താഴെ സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് കൊടുക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾ മാക്സിമം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതുമാത്രമല്ല സേഫ്റ്റി ആയിട്ട് നമുക്ക് ആളുകളെ കാണാനും സാധിക്കും. പിന്നെ അതിലേക്ക് വരുന്ന കണക്ഷൻസ് കാര്യങ്ങൾ മെയിനായിട്ട് വരുന്നത് ഒരു 2 ആണ് വരുന്നത്. 2 ഒരു ബെൽ സ്വിച്ചുമാണ് വരുന്നത്. 2 എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്നും അകത്തുനിന്നും ഒരു ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് വീട് പൂട്ടി നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാലും നമുക്ക് പുറത്തുനിന്ന് ഒരു ലൈറ്റ് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനും, അതുപോലെ തന്നെ നമ്മൾ വീടിൻ്റെ അതായത് അകത്ത് ഡോർ ക്ലോസ് ചെയ്താലും പുറത്തെ ലൈറ്റ് നമുക്ക് അകത്തുനിന്ന് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനായിട്ടാണ് ഒറ്റ 2 ലൈറ്റാണ് കൊടുക്കുന്നത്. ആ 2 വരുന്ന മെയിനായിട്ട് നമ്മൾ കൊടുക്കുന്നത് സിറ്റ് ഔട്ടിൻ്റെ മെയിൻ 2 ലൈറ്റാണ് സാധാരണ കൊടുക്കാറ്. ആ 2 ലൈറ്റും പിന്നെ അതുപോലെ തന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബെൽ സ്വിച്ചും, ഈ രണ്ടുമാണ് നമ്മൾ മെയിനായിട്ട് വരുന്ന ഫ്രണ്ട് ഏരിയയിൽ വരുന്നത്. അതിൻ്റെ 2 കൺട്രോളിങ് വരുന്ന നേരെ ബോക്സ് അതിൻ്റെ സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ അകത്തേക്ക് വരുന്ന ലിവിങ്ങിലാണ് സാധാരണ 2 കൊടുക്കുന്നത്. അപ്പോൾ ഒരു 2 കണക്ഷനും ഒരു ബെൽ സ്വിച്ചുമാണ് സാധാരണ നമ്മുടെ ഫ്രണ്ടിലെ സ്വിച്ചിൽ കൊടുക്കുന്നത്. അത് നമ്മൾ സാധാരണ കൊടുക്കുന്നത് 4 മോഡ്യൂളിൻ്റെ ബോക്സാണ് നമ്മൾ ഫ്രണ്ടിൽ വെച്ച് കൊടുക്കാറ്. ബെല്ലിന് വേണ്ടിയിട്ട് മെഗാ ബെൽ ബുഷും മെഗാ 2 സ്വിച്ചുമാണ് സാധാരണ നമ്മൾ കൊടുത്ത് ക്ലിയർ ചെയ്യുന്നത്. അത് പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ട്. ഇനി അതെങ്കിലും 2 മോഡ്യൂൾ കൊടുത്താലും അതിൻ്റെ 2 സ്വിച്ചും 1 മോഡ്യൂളിൻ്റെ കൊടുക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. എന്നാൽ നീറ്റായിട്ട് നമ്മൾ സാധാരണ ഒരു വലിപ്പം വരുന്ന വീടിൻ്റെ ഫ്രണ്ട് ഏരിയ ആകുമ്പോൾ സാധാരണ കൊടുക്കുന്നത് 4 മോഡ്യൂളിൻ്റെ ബോക്സ് വെച്ചിട്ട് 2 മോഡ്യൂളിൻ്റെ ബെൽ സ്വിച്ചും 2 മോഡ്യൂളിൻ്റെ തന്നെ വരുന്ന മെഗാ 2 സ്വിച്ചുമാണ് സാധാരണ കൊടുക്കുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ബെൽ സ്വിച്ച് എവിടെ കൊടുക്കണമെന്ന് എന്തൊക്കെയാണെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. എനിക്ക് തോന്നുന്നു കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം ഫ്രണ്ട്സ്, എന്നാലും നമുക്ക് ഇതിലുള്ള വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time